ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സൺ ഒരു 1,00,000 രണ്ട് സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്കീമിൽ 7% ഇൻട്രസ്റ്റ് റേറ്റും സെക്കൻഡ് സ്കീമിൽ 6% ഇൻട്രസ്റ്റ് റേറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ആൾക്ക് ഒരു 6,750 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. രണ്ട് സ്കീമിൽ നിന്നും കൂടുതൽ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് 6,750 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്കീമിലും അയാൾ എത്രത്തോളം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും എക്സ് എന്നുള്ളത് അയാൾ നമ്മുടെ ഫസ്റ്റ് സ്കീമിൽ 7% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ആ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. വൈ എന്നുള്ളത് സെക്കൻഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താണ്, അതായത് 6% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് വൈ എന്നുള്ള എമൗണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 1,00,000 ആണ്. കാരണം രണ്ട് സ്കീമിലും കൂടെ ടോട്ടൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 1,00,000 rupees ആണ്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1,00,000 എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണത് ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി. അതായത് ഏതൊരു എമൗണ്ടിൻ്റെ മുകളിലും നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഐ ഇസ് ഈക്വൽ ടു പി ആർ ടി. പി എന്നുള്ളത് പ്രിൻസിപ്പിളാണ്, അതായത് എത്ര എമൗണ്ട് ആണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് പി കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടി എന്നുള്ളത് കാലാവധി, അതായത് ടൈം പീരീഡ് ആണ്. സോ നമ്മൾ നോർമലി ഇയറിലാണ് ടൈം പീരീഡ് എടുക്കാറുള്ളത്. ആറ് റേറ്റ് പെർ ആനം, അതായത് വർഷത്തിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ പി പ്രിൻസിപ്പിളാണ് എത്ര എമൗണ്ട് എന്നുള്ള കേസ്. സോ ഐ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 ആണ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്കീമിലുള്ള ഇൻട്രസ്റ്റ് പ്ലസ് സെക്കൻഡ് സ്കീമിലുള്ള ഇൻട്രസ്റ്റ് 6,750 ആണ്. സോ നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഇൻറ്റു 7/100 പ്ലസ് വൈ ഇൻറ്റു 6/100 ഈസ് ഈക്വൽ ടു 6,750. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സ് എമൗണ്ട് ആണ്, നമ്മൾ എത്ര പ്രിൻസിപ്പിളാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് എക്സ്. 7% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സോ 7 വന്നു. ഒരു വർഷത്തിന് ശേഷമാണ് നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നത്. ഇവിടെ 1 ആണ് വരിക ടൈം പീരീഡ്. സോ നമ്മൾ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. 1 കൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ ആൻസറായിരിക്കും കിട്ടുക. സോ അതുകൊണ്ട് നമ്മൾ 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ജസ്റ്റ് കാണിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. സോ എക്സ് ഇൻറ്റു 7/100 പ്ലസ് വൈ ഇൻറ്റു 6/100 ഈസ് ഈക്വൽ ടു 6,750 എന്ന് കിട്ടും. സോ നമ്മൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ വരുന്നത് 100 ആണ്. സോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമിനേറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ 7x പ്ലസ് 6y ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 6,750 എന്ന് കിട്ടും. സോ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലെ 100നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 7x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 6,75,000 എന്ന് വരും. സോ 7x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 6,75,000 എന്ന് കിട്ടും. സോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ കിട്ടും. സോ നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഈ രണ്ട് വേരിയബിളിലെ ഇക്വേഷൻസിനെ സിംഗിൾ വേരിയബിളിലേക്ക് ആക്കി മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വേരിയബിൾ, ഇവിടെയുള്ള ഒരു വേരിയബിൾ ക്യാൻസൽ ഔട്ട് ചെയ്യണം. സോ ഇതൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തുകൊണ്ടാണ് 6 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1,00,000 ആണ്. 7x പ്ലസ് 6y ഈസ് ഈക്വൽ ടു 6,75,000 ആണ്. സോ ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കിയിട്ട് ഒരു ഇക്വേഷന് മറ്റേ ഇക്വേഷൻ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സിംഗിൾ വേരിയബിളിലേക്ക് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്, ഇവിടെയും 6 ആക്കാൻ വേണം, 6 ആക്കണം. അതിന് വേണ്ടിയിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമ്മൾ ഇക്വേഷൻ എന്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 6x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 6,00,000 എന്നായിട്ട് മാറും. സോ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ആണ് എക്സിൻ്റെ വാല്യൂ വലുത്. സോ സെക്കൻഡ് ഇക്വേഷന് നമ്മൾ തേർഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 75,000 ആണെന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ 75,000 ആണ്. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 1,00,000 ആണ്. സോ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,00,000 മൈനസ് 75,000, അതായത് 15,000 കിട്ടും. അതായത് നമ്മുടെ ഈ ആൾ ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് 75,000ഉം സെക്കൻഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് 15,000ഉമാണ്. സോ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. യു മീറ്റർ പെർ സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓരോ സെക്കൻഡിലും അതിൻ്റെ സ്പീഡ് എ മീറ്റർ പെർ സെക്കൻഡിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറഞ്ഞ ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത് യു പ്ലസ് എ ടി ആണ്. അതേപോലെ നമ്മുടെ സ്പീഡ് ഒരു ഫസ്റ്റ് സെക്കൻഡ്, ആദ്യത്തെ സെക്കൻഡിൽ
അതിൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ 5th സെക്കൻഡിൽ 5ാമത്തെ സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഏത് റേറ്റിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് ഇവിടെ എയുടെ വാല്യൂ എന്താണ് എന്നവിടെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് യുടെ വാല്യൂ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം സ്പീഡിന് ടി സെക്കൻഡിലുള്ള സ്പീഡിനെയാണ് നമ്മൾ എസ് ഓഫ് ടി എന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ എസ് ഓഫ് ടിയുടെ വാല്യൂ യു പ്ലസ് എ ടി ആണ്. ഫസ്റ്റ് സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് യു പ്ലസ് എ ഇൻറ്റു 1ൻ്റെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു പ്ലസ് എയുടെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടും. നമ്മളതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി മാറ്റും. ദെൻ എസ് ഓഫ് 5 5th സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ഇൻറ്റു 5 ആണ്. സോ യു പ്ലസ് എ ഇൻറ്റു 5യുടെ വാല്യൂ 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് 5എയുടെ വാല്യൂ 13 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടും. സോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ യു പ്ലസ് 5എയുടെ വാല്യൂ 13 ആണ്. സോ നമുക്ക് ഒരു വേരിയബിൾ ഇവിടുന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യണം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും യു കോമൺ ആണ്. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ യു എന്നുള്ള ടേം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകും. ദെൻ എയുടെ ടേമിൽ മാത്രമേ നമ്മുടെ ഇക്വേഷൻ വരാം. സോ അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും, 4എയുടെ വാല്യൂ 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 8/4 ദാറ്റ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എയുടെ വാല്യൂ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ നമുക്കറിയാം യു പ്ലസ് എയുടെ വാല്യൂ 5 ആണ്. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എയുടെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു പ്ലസ് 2 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ യുടെ വാല്യൂ 5 മൈനസ് 2 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. സോ അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡുമാണ്. അതേപോലെ ആ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള റേറ്റിലുമാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. സോ നമ്മൾ രണ്ട് കാണാൻ പറഞ്ഞ രണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക.